നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ വലിയ പങ്കാണ് നഴ്സുമാർ വഹിക്കുന്നതെന്ന് ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ്. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 54ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ ജനാധിപത്യ വേദിയുടെയും സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. ഓരോ അദാലത്തുകളും ജനങ്ങളെ ഭരണ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷികക്ഷേമ കർഷക വകുപ്പ് മന്ത്രി P. പ്രസാദ്. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം DCC ഹാളിൽ നടന്നു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TB സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ വലിയ പങ്കാണ് നഴ്സുമാർ വഹിക്കുന്നതെന്ന് ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 54ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ വലിയ പങ്കാണ് നഴ്സുമാർ വഹിക്കുന്നതെന്ന് ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 54ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എത്ര വലിയ ഇപ്പം നമ്മൾ ഡോക്ടേഴ്സ് രോഗികളുടെ അടുത്ത് പോകുന്നതിൻ്റെ കാട്ടിലും നിങ്ങളാണ് കൂടുതൽ സമയം അവരോട് ഇടപഴകുകയും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമാണ് ഒരു തിരുനാളമാകുവാൻ കഴിയുക. ഇപ്പോൾ നഴ്സിങ്ങിന് എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. റിയൽ പാഷനോടെ എടുക്കുന്നവരുണ്ട്, പക്ഷേ ബഹുഭൂരിപക്ഷം പേരും വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു സോഷ്യൽ അവരുടെ ഒരു എംപവർമെന്റ് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിനു വേണ്ടിയും കൂടാണ്. അതിലൊരു തെറ്റുമില്ല, അതെല്ലാം വേണ്ട സംഗതി. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പണം വേണം. പക്ഷേ ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ T. മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. SR സുമാദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KG ലിജി നൈറ്റിംഗൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു സദാനന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ R. സന്ധ്യ, ഡോക്ടർ KK ദീപ്തി, PG രാജേശ്വരി, M. നളിനി, L. ദീപാറാണി, K. സുധ, S. രേഷ്മ, ഷീനാലാൽ, ജോസ്നി ജോർജ്, R. ഷീവ എന്നിവർ സംസാരിച്ചു. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി കുമാരി A. ശ്രുതി ചടങ്ങിന് നന്ദി പറഞ്ഞു. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ ജനാധിപത്യ വേദിയുടെയും സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യ വേദിയുടെയും സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകാരി ധർണ സംഘടിപ്പിച്ചു. കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം ആലപ്പുഴയിലെ സംഘങ്ങൾക്ക് നൽകാനുള്ള തുക ഉടൻ വിതരണം ചെയ്യുക, സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക, പ്രൈമറി ബാങ്കുകൾ ഷെയറിനത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു നൽകുക, കേന്ദ്ര കോമൺ സോഫ്റ്റ്വെയർ വേണ്ടെന്ന് വെച്ച ഗവൺമെന്റ് നിലപാട് ചർച്ചാ വിഷയമാക്കുക, പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുക, വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം വായ്പകൾക്ക് നൽകുന്ന ഇളവിന്റെ 50% തുക സർക്കാർ ബാങ്കുകൾക്ക് തിരിച്ചു നൽകുക, സഹകരണ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മുല്ലക്കൽ പഴവങ്ങാടി ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ സഹകാരി ധർണ KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ സംസ്ഥാന സഹകരണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന എന്നൊരു യാഥാർത്ഥ്യമാണ്.
യഥാർത്ഥത്തിൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ. നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ സാധാരണക്കാരുടെ പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുന്നത്, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്നത് സഹകരണ മേഖലയാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ ജനജീവിതത്തെ ഏറ്റവും ശക്തമായി ഇടപെടുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക്, കേരള ബാങ്ക് എന്ന് പറയുന്ന ഈ രൂപീകരണത്തിന് തന്നെ നമ്മളെതിരായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ശക്തമായി തന്നെ കേരള ബാങ്ക് രൂപീകരണത്തെ എതിർത്തു. നമ്മൾ അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ മേഖലയുടെ ശക്തി തന്നെ അതിന്റെ വികേന്ദ്രീകരണമാണ്. സംസ്ഥാന സഹകരണ വേദി ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ A ഷുക്കൂർ, MJ ജോബ്, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് D സുഗതൻ, അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ, KPCC സെക്രട്ടറി AK രാജൻ, തോമസ് ജോസഫ്, KV മേഘനാഥൻ, പ്രഫുലചന്ദ്രൻ, ബിനു തച്ചടി, B വേണുപ്രസാദ്, അഡ്വക്കേറ്റ് KJ സണ്ണി, PB ഉണ്ണി, T സുബ്രഹ്മണ്യദാസ്, അഡ്വക്കേറ്റ് മനോജ് കുമാർ, KA സാബു, അരുൺ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഓരോ അദാലത്തുകളും ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷിക കർഷക വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് അദാലത്തുകളെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാന്മാർ. ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനമാണ് അദാലത്തുകൾ. പരാതിക്കാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് അദാലത്തിൽ നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാവേലിക്കര താലൂക്ക് അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞങ്ങൾ വോട്ട് കിട്ടി ജയിക്കുന്നത് കൊണ്ട് മന്ത്രിയായി, PSC എഴുതുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥരായി തീരുന്നില്ല. ഇത് രണ്ടിൻ്റെയും ഒരറ്റത്ത് ജനം എന്നുള്ളതുണ്ട്. ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ വർഷം നിയമിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനവും കേരളമല്ല, ജനസംഖ്യയിലും കേരളമല്ല. പക്ഷെ കേരളമാണ് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഏറ്റവും കൂടുതൽ PSC നിയമനം കൊടുക്കുന്ന സംസ്ഥാനം. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ്. നമ്മൾ ഏതാണ്ട് ഒരു 40,000-ഓളം പേരെ നിയമിച്ചപ്പോൾ 12,000 പേരെയാണ് തമിഴ്നാട് നിയമിച്ചിട്ട് തമിഴ്നാട് രണ്ടാം സ്ഥാനത്ത്. നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാലതാമസം കൂടാതെ പ്രവർത്തിക്കാനും ജനങ്ങളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണം. നിയമവും ചട്ടവും ജനങ്ങളെ സഹായിക്കാനുള്ളതാണ്, ദ്രോഹിക്കാനല്ല. ഒരു ഫയലും അനാവശ്യമായി വെച്ച് താമസിപ്പിക്കരുത്. കാലതാമസം അഴിമതി തന്നെയാണ്. ജില്ലയിലെ 5 അദാലത്തുകൾ പൂർത്തിയായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. MS അരുൺകുമാർ MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, മാവേലിക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ശ്രീകുമാർ, തഹസിൽദാർ TS ഗീതാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിരാദാസ്, രജനി S, ഡെപ്യൂട്ടി കളക്ടർ H രൂപേഷ്, RDO J മോബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C സുധാകരക്കുറുപ്പ്, ഡോക്ടർ K മോഹൻകുമാർ, വിജയമ്മ ഫിലേന്ദ്രൻ, ഷീബ സതീഷ്, സ്വപ്ന സുരേഷ്, B വിനോദ്, KR അനിൽകുമാർ, G വേണു, D രോഹിണി, K ദീപ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി, KG സന്തോഷ്, അഡ്വക്കേറ്റ് B തുഷാര, G ആതിര, മഞ്ജുള ദേവി, നഗരസഭാ കൗൺസിലർ ശാന്തി അജയൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 10 മണിയോടെ അദാലത്ത് ആരംഭിച്ചു. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക, ശമ്പള പരിഷ്കരണ അനോമലികൾ പരിഹരിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ സമയക്ലിപ്തത പാലിക്കുക തുടങ്ങിയ പ്രമേയങ്ങളോടെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. DCC ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം മാറ്റാൻ വെള്ളത്തിൽ വരച്ച വരപോലെ വാഗ്ദാന ലംഘനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കാര്യം ചെയ്യുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ അവർക്ക് ഈ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നെല്ലിന്റെ സംഭരണ വില കൊടുക്കാത്ത ഒരു സർക്കാരിനെതിരെ
ശക്തമായി വാക്കുകൾ പറയാൻ, അതുവഴി നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ, ഒപ്പം എത്രയോ ആനുകൂല്യങ്ങൾ വ്യവസ്ഥാപിതമായി ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയതിനെ കുറിച്ച് പറയാതിരിക്കുന്ന അവരുടെ തന്നെയായ കുറിച്ചാണെങ്കിലും ദേവസറങ്ങളാണെങ്കിലും മറ്റാനുകൂല്യങ്ങളും മുടക്കിയ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏക ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും ഉരിയാടാതെ അതിന് പകരം കൃഷിയിലേക്ക് മടക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ കൃഷി മറ്റൊരു തരത്തിലെ അസോസിയേഷൻ രക്ഷാധികാരിയും KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ A. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. ബിജു മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ B. രാകേഷ്, ജോയൽ സിംഗ്, KR ദാസ്, AV ജോർജ്, എലിസബത്ത് ജോൺ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. സുമേഷ് സ്വാഗതവും കേന്ദ്ര കമ്മിറ്റി അംഗം R. രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറേയധികം പദ്ധതികൾ നമുക്കുണ്ടായിരുന്നു. ഈ പദ്ധതികളൊക്കെ അതിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും വർക്കുകൾ ടെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. നമുക്ക് ഫണ്ട് താമസിച്ചാണ് വന്നത്. ആ ഫണ്ട് താമസിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും DPC കൂടി അതിൻ്റെ അംഗീകാരം കിട്ടുന്ന നിലയിലേക്ക് 16-ാം തീയതിയാണ് അവസാന DPC കൂടി അതിൻ്റെ അംഗീകാരം കിട്ടുന്നത്. എല്ലാത്തിനും നമ്മൾ വെച്ചിട്ടുള്ള എല്ലാത്തിനും അംഗീകാരം കിട്ടും. അതുകൊണ്ട് തന്നെ വാർഡിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട വർക്കുകൾ പോലും, റിവിഷൻ നടത്തേണ്ട വർക്കുകൾ പോലും മാറ്റിവെച്ചിട്ട് അതെല്ലാം തന്നെ ഈ റിവിഷനിൽ അംഗീകരിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വരികയാണ്. നമുക്ക് ഒട്ടനവധിയായ പരിമിതികളുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി തന്നെയാണ് നമുക്ക്. ജില്ലാ ആസൂത്രണ സമിതി അംഗം DP മധു വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, നസീർ പുന്നക്കൽ, MR പ്രേം, AS കവിത, R വിനിത, മുൻ നഗരസഭാ അധ്യക്ഷ സൗമ്യരാജ്, കൗൺസിലർ B മെഹബൂബ്, നഗരസഭാ എഞ്ചിനീയർ ഷിബു നാൽപ്പാട്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സീതാരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ കൗൺസിലർമാർ, CDS, ADS ചെയർപേഴ്സൺമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ വലിയ പങ്കാണ് നഴ്സുമാർ വഹിക്കുന്നതെന്ന് ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ്. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 54ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ ജനാധിപത്യ വേദിയുടെയും സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. ഓരോ അദാലത്തുകളും ജനങ്ങളെ ഭരണ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷിക കർഷക വകുപ്പ് മന്ത്രി P. പ്രസാദ്. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം DCC ഹാളിൽ നടന്നു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.